What excites you the most in cinema? സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്കുള്ള നമ്മൾ അറിയാതെ സംഭവിക്കുന്ന എന്തോ ഒരു ഒരു ഒരു- ഒരു ബ്ലെസ്സിങ് ഉണ്ട്. Okay. നല്ല ടേക്ക് വരുമ്പോൾ ആ. ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അത് നമ്മൾ അറിയാതെ. അത് എത്ര വലിയ നടന്മാരോട് ചോദിച്ചോളൂ, ഞാൻ പറയുന്നതുകൊണ്ട് എടുക്കണ്ട. അത് അറിയാതെ സംഭവിക്കാറുള്ളൂ. അത് ഡിസൈഡ് ചെയ്ത് ഇപ്പോൾ ഇവിടുന്ന് ഒരു ബുക്ക് എടുത്ത് എവിടെ വെക്കണം എന്നുള്ളൊരു ആക്ടിവിറ്റി നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഉം. ഒരു ഡയലോഗ് പറയാനുള്ളത് നമുക്ക് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് പറയാം. ഉം. പക്ഷെ അത് പ്രേക്ഷകർക്ക് റിലേറ്റബിളും നന്നായിട്ടും തോന്നണമെങ്കിൽ അതിലൊരു മാജിക്കൽ അതായിരിക്കാം. ലാൽ സാറ് പറയുന്ന പോലൊരു റെസിപ്പി വിസ്മയം ഉണ്ട്, അല്ലേ? ഒരു റെസിപ്പി ഉണ്ട്, മാജിക്കൽ റെസിപ്പി, സീക്രട്ട് റെസിപ്പി. അത് നമ്മൾ ആദ്യം ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇതെന്താ പറ, പ്ലീസ് പറ സാർ. പക്ഷെ അദ്ദേഹം ഇപ്പം പറഞ്ഞെന്ന് തോന്നല്ലേ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് നമ്മളൊക്കെ വിചാരിക്കും അദ്ദേഹം എന്തോ ഒളിപ്പിച്ച് വെച്ച്. അതെ അതെ അതെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ശിവലിക്ക് അറിയാമല്ലോ, ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. അത് നടന്ന് കിട്ടിയാൽ അതൊരു ഭാഗ്യമല്ലേ. യെസ് യെസ്. ഒരു വണ്ടി ഒരു പൊസിഷനിൽ നിന്ന് ഒരു പൊസിഷനിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക്, അതെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി. ഒരു ഒരു നല്ലൊരു ടേക്ക് കിട്ടണമെങ്കിൽ മനുഷ്യന്റെ There കയ്യിലില്ല, is a magic അല്ലേ? ദൈവത്തിന്റെ കയ്യില്ല. ആസ് എൻ ആക്ടർ പ്രോസസ്സ് എന്താണെന്ന്, ബിക്കോസ് അയച്ചേട്ടന് ഇപ്പോൾ കേരള ക്രൈം ഫയൽ സീസൺ 2 ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു അയച്ചേട്ടൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നത്. ദോ അർജുനാണ് സിനിമേനെ കൊണ്ടുപോകുന്നതെങ്കിലും ഐ ഫെൽറ്റ് കബീർ ഒരു ഹീറോയിക് മൊമെൻറ്റ് വെച്ചിരുന്നത്. ഒരു ഹീറോ നമ്മൾ പറയുമ്പോൾ ഉള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, ദ വേ ഹി ടോക്സ്, ദ വേ ഹി വാക്സ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കരുതി വെച്ചത് അയച്ചേട്ടൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഫീനിക്സ് പോലൊരു സിനിമ, അല്ലെങ്കിൽ പേരല്ലൂർ വളരെ വ്യത്യാസമാണ്. അറ്റ് ദ സെയിം ടൈം എല്ലാത്തിലും എനിക്ക് തോന്നുന്ന ഒരു എക്സ്ട്രാ സാധനമുണ്ട്. ഇറ്റ്സ് നോട്ട് ഒരാൾ ഒരു ഡയറക്ടർ പറഞ്ഞതുപോലെ അഭിനയിക്കുന്ന പോലെ അല്ല നമുക്ക് തോന്നുന്നത്. അപ്പോൾ അയച്ചേട്ടൻ്റെ സെറ്റിലുള്ള പ്രോസസ്സ് എന്താണ്? അതർവൈസ് ഒരു കഥ അല്ലെങ്കിൽ ഒരു കഥാപാത്രം കേട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് അത് മനസ്സിൽ അതിനൊന്ന് രൂപപ്പെടുത്തുന്നത്? എങ്ങനെയാണ്? ട്രസ്റ്റിംഗ് ദ ഡയറക്ടറാണ് പ്രൈമറി, ഓക്കെ. അന്നും ഇന്നും എപ്പോഴും. ട്രസ്റ്റിംഗ് ദ ഡയറക്ടറിന് മേലെ ഒന്നുമില്ല. നമ്മൾ വിജയിക്കുകയാണെങ്കിൽ ഒരുമിച്ച്, പരാജയപ്പെടുകയാണെങ്കിൽ ഒരുമിച്ച്. പിന്നെ രണ്ടാമത്തേത് ഇന്ത്യ ജയിക്കുക. നമ്മൾ സെഞ്ചുറി അടിച്ചോ ഡക്കായോ ഡസൻ ബോദർ, പടം നന്നാവണം. അപ്പം ഞാൻ എൻ്റെ എടുത്ത സീനുകൾ എല്ലാം കട്ട് ചെയ്യാൻ റെഡിയാണെങ്കിലും ഐ എം ബില്ലിങ് ഫോർ ഇറ്റ്. ഒരു സീനേ ഉള്ളെങ്കിൽ 10 സീൻ ഷൂട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് അത് ഗുണമാണ്, സിനിമ അത് ഓടുമെങ്കിൽ ഓക്കെ. എന്നെ അതാണ് നമുക്ക് സന്തോഷം കൂടുതൽ. ഇപ്പം സിനിമ മോശമായി, സിനിമ മോശം ഇൻ ദ സെൻസ് പെർഫോമൻസ്, ബോക്സ് ഓഫീസ് പെർഫോമൻസിൽ സിനിമ പരാജയപ്പെട്ടെങ്കിൽ നമുക്ക് ത്രൂ ഔട്ടുണ്ട്, അത് പ്രത്യേകിച്ചൊരു സന്തോഷം എന്നിൽ തരുന്നില്ല. എന്നാൽ 2 സീനേ ഉള്ളൂ, സിനിമ മികച്ച വിജയം, നമുക്ക് അതാണ് എനിക്ക് കുറച്ചുകൂടി. അതായത് ഞാൻ എപ്പോഴും തമാശ പറയും, ഇന്ത്യ ജയിക്കുകയാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ 6 അടിച്ചോ അല്ലേ? ഇല്ല, നമുക്ക് പാർട്ടിസിപ്പേഷൻ ആണ് ഞാൻ ഉള്ളൂ. പിന്നെ രണ്ടൊരു കെമിസ്ട്രി വിത്ത് ദ ഡയറക്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ആ ട്രസ്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ കഥ കേൾക്കും, തിരക്കഥ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാത്തതിൻ്റെ റീസൺ അതാ. എനിക്ക് അവരായിട്ട് സംശയം ചോദിച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബോണ്ടുണ്ട്. ഓക്കെ. അപ്പം ഇപ്പം ഷുബില പറഞ്ഞ പോലെ ചോദിക്കാൻ മടി എനിക്കില്ല. എത്ര വേണേലും റീടേക്ക് പോകാം. അവർക്ക് ഒരു 5 എണ്ണം പോകാം, എനിക്കൊരു 5 എണ്ണം പോകാം. രണ്ടു കൂട്ടർക്കും എനിക്ക് വേണ്ടി 5 എണ്ണം പോകാം, ഡയറക്ടർക്ക് വേണ്ടി 5 എണ്ണം. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഉത്തര. ഇതിൻ്റെ എനിക്ക് കാരണമാക്കിയത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ ഡയറക്ഷൻ ടീമാണ്. ഓക്കെ. ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. എല്ലാവർക്കും ഒരു ഈഗോ ഉണ്ട്, ആക്ടേഴ്സിനും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഒരു കാര്യം നമ്മൾ സത്യസന്ധമായിട്ട് ആദ്യം കൊടുക്കുന്നൊരു ടേക്ക് 1 മോർ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നാം എന്തിനായിരുന്നു ആ 1 മോർ, പുറത്ത് കാണിക്കണമെന്നില്ല, പക്ഷെ തോന്നില്ലേ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ നന്നായില്ലേ ചെയ്യാൻ ശ്രമിക്കുന്നേ, എന്നിട്ട് 1 മോർ വിളിക്കുമ്പോൾ നമുക്ക് തോന്നാമല്ലോ. അപ്പം ആ ഇതെന്നെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞവരാ. കാര്യം അവരോടൊപ്പം ഞാൻ വർക്ക് ചെയ്തപ്പം ഓരോരുത്തർക്കും ഓരോ സജഷൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും വളരെ ലേറ്റായി ആ കഥാപാത്രത്തെ മനസ്സിലാക്കിയ, ആ കഥയും മനസ്സിലാക്കിയ ഒരാളായിരിക്കും. ഇവരിത് എഴുതുന്ന കാലം തൊട്ട് എത്രയോ വർഷം, മാസങ്ങൾ,
അല്ലേ? ഇവർ ആ ക്യാരക്ടറിൻ്റെ ധാരണ ഇവർക്കുണ്ട്. അപ്പം ഇവർ പറയുന്നത് കേൾക്കാം. തിരിച്ച് ഇവർക്ക് നമ്മളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഉം. അപ്പം ആ ഗിവ് ആൻഡ് ടേക്കിലൂടെ ഞാൻ കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്തു തുടങ്ങി. സോ ഇന്നിപ്പം ഒരു ഡയറക്ടർ പറയുന്ന എല്ലാ രീതികളും ഈ നേരത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളപ്പോൾ ആ ചെയ്യുമ്പോൾ നമുക്കൊരു കൺസിസ്റ്റൻസി ഇല്ല. അതൊരു ആക്ടറിന് കുറവായിരിക്കാം. ആ കൺസിസ്റ്റൻസി ഇല്ലായ്മ വരുമ്പം നമുക്ക് ചിലപ്പം വേറെ ആയിട്ട് തോന്നാം. പക്ഷെ ഡയറക്ടർ ആവണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ആഗ്രഹിച്ചു ചേട്ടൻ അല്ലേ? ചേട്ടനാണെങ്കിൽ ആക്ടർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ ആക്ടർ ആവാൻ ആഗ്രഹമില്ല എന്നല്ല, ആ ആക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇല്ല. ആ ആഗ്രഹമില്ല എന്നല്ല, അല്ല മനസ്സിലാ പിക്ചറില്ല. ഇല്ല കാര്യം നമുക്ക് അങ്ങനത്തെ ഒരു ശീലം ഫാമിലിയിലില്ല, ഇല്ല പരിചയത്തിലുള്ള അറിവ് ഇല്ല. സ്കൂളിലോ നാടകമോ മിമിക്രിയോ മോണാക്റ്റോ പാട്ടോ ഒന്നും സ്റ്റേജിൽ കയറിയൊരു ശീലമില്ല. ചെയ്തിട്ട് അതുകൊണ്ടാണ് ആക്ടർ. പക്ഷെ ഡയറക്ഷൻ അതല്ല. നമുക്ക് ഈ എങ്ങനെയാണ് ഈ മായാജാലം ആ ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ലോകം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു കൗതുകം.